അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ക്രാഷ് ഇല്ലേ, അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ ആക്സിഡൻറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഷോക്കിംഗ്. നമ്മൾ ഒരാളും വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ, കുറച്ച് സീരിയസ് തന്നെയാണ്. നമ്മളിവിടെ കാണുന്ന ഈ 2 നോബുകളുണ്ടല്ലോ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫിൻ്റെ നോബുകളാണ്. ഇത് റണ്ണിൽ ഇടുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് പൊങ്ങി പോവുക, ഫ്ലൈറ്റ് റണ്ണാവുക. ഓഫാക്കി കഴിഞ്ഞാൽ ഈ 2 എഞ്ചിനും ഓഫാവും. അപ്പോൾ 8 മണി 8 മിനിറ്റ് 42 സെക്കൻഡിൽ 1 സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ ഈ 2 നോബുകൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പൈലറ്റ് ഓഫാക്കി എന്നാണ് ഈ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത്. അതും പോരാഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡിംഗ് കൂടി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒരു പൈലറ്റ് വേറെ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ചെയ്തോ, ഇത് ഓഫാക്കി വെച്ചോ, ഈ 2 നോബ് ഓഫാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ പൈലറ്റ് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്, ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു പൈലറ്റിന് മാത്രമേ ഇത് ഓണാക്കാനും ഓഫാക്കാനും പറ്റില്ല. ഇത് മാനുവലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കോ ഒരു പരിപാടിയോ അല്ല. അപ്പോൾ ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് പൈലറ്റിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. എന്തോ ഒരു സംഭവിച്ചു, ഏതോ പൈലറ്റ് വേണമെന്ന് വെച്ച് ഓഫാക്കി എന്നുള്ളൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത്. 10 സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ അവരത് ഓണാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇറ്റ്സ് വെരി ലേറ്റ്. ആ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഒരു എൻജിൻ ഓൺ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നതും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സോ സം ഫക്ഡ് അപ്പ് തിങ്സ് ആർ ഹാപ്പനിങ്. ഇത് എന്താണെന്നൊന്നും അറിയില്ല. എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റാണോ, പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണോ, ഇനി വേറെ എന്തെങ്കിലും മിസ്റ്റേക്കാണോ എന്നൊക്കെ ഇനിയുള്ള റിപ്പോർട്ടുകൾ വരുമായിരിക്കും. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യമാണ്. ഇറ്റ്സ് വെരി ഷെയിംഫുൾ ഫോർ ഇന്ത്യ ആൻഡ് എയർ ഇന്ത്യ ആൻഡ് ഈ ഇന്ത്യൻ പൈലറ്റ്സിനെ തന്നെ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ മൊത്തം ഇൻ്റർനെറ്റ്. അപ്പോൾ ഒന്നും അറിയില്ല, ഇതൊക്കെയാണ് കാര്യങ്ങൾ.